അൺഅക്കാഡമി കേരള PSC +2 ലെവൽ യൂണിഫോം പോസ്റ്റുകളായ സിവിൽ പോലീസ് ഓഫീസർ, ഫയർമാൻ, ഫയർ വുമൺ, സിവിൽ എക്സൈസ് ഓഫീസർ തുടങ്ങിയ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന നിങ്ങൾക്കായി ഒരുക്കുന്നു എ 90-day കോഴ്സ് ഓൺ 12th ലെവൽ യൂണിഫോം പോസ്റ്റ്. 90 ദിവസത്തിലധികം നീണ്ടു നിൽക്കുന്ന ഈ ബാച്ച് കോഴ്സിൽ പങ്കെടുക്കുന്നതിലൂടെ യൂണിഫോം പോസ്റ്റിൽ ഒരു ജോലി എന്ന നിങ്ങളുടെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്നു. 12th ലെവൽ യൂണിഫോം പോസ്റ്റിൻ്റെ സിലബസ് മുഴുവനും അൺഅക്കാഡമിയുടെ വെരിഫൈഡ് ടോപ്പ് എഡ്യൂക്കേറ്റേഴ്സ് നേതൃത്വം നൽകുന്ന ഈ ബാച്ച് കോഴ്സിൽ കവർ ചെയ്യുന്നു. ഓരോ സബ്ജക്ട്സും കൈകാര്യം ചെയ്യുന്ന എഡ്യൂക്കേറ്റേഴ്സിനെ നമുക്ക് പരിചയപ്പെടാം. കറണ്ട് അഫയേഴ്സ് സതീഷ് കുമാർ, നാച്ചുറൽ സയൻസ് ഹാജ മുഹമ്മദ്, കോൺസ്റ്റിറ്റ്യൂഷൻ രാജേഷ് SR, ഫാക്ട്സ് അബൌട്ട് ഇന്ത്യ റീജ S, ഫിസിക്കൽ സയൻസ് സിജി ബിജു, മാത്സ് ജോസുകുട്ടി, ഫാക്ട്സ് അബൌട്ട് കേരള നിഖിൽ നാഥ്. സോ ഗൈസ്, ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം. ഡിസംബർ 28-ാം തീയതി ആരംഭിക്കുന്ന ഈ പുതിയ ബാച്ച് കോഴ്സിൽ നിങ്ങൾ എല്ലാവരും തന്നെ മറക്കാതെ ഇപ്പോൾ തന്നെ എൻറോൾ ചെയ്യൂ. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ ഇൻഫർമേഷൻ പാസ് ചെയ്യൂ. ലെറ്റ്സ് ക്രാക്ക് ഇറ്റ്. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ മിഷൻ LDCയിലെ കഴിഞ്ഞ ദിവസം 100 മാർക്കിന്റെ പരീക്ഷയിൽ 60 ക്വസ്റ്റ്യനാണ് തന്നിട്ടുണ്ടായിരുന്നത്. ഇനി 40 ക്വസ്റ്റ്യൻസ് ആണ് ബാക്കിയുള്ളത്. അതിൽ പിന്നെയോ ഇന്നലെ പഠിക്കാൻ തന്നിരുന്ന ടോപ്പിക്കിൽ നിന്ന് എക്സാം നടത്തിയിട്ടില്ല. രണ്ടും കൂടെ ചേർത്ത് ഇന്ന് 60 മാർക്കിന്റെ എക്സാമാണ് തയ്യാറാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം 40 എണ്ണോ, ഇന്നലത്തെ ടോപ്പിക്കിലെ 20 എണ്ണോ. അപ്പൊ ഈ ഒരു ലെസണിൽ ചോദ്യങ്ങൾ മാത്രമാണ്, 60 ചോദ്യങ്ങൾ മാത്രമാണ്. ആദ്യമേ ഓർമ്മിപ്പിക്കുന്നു, അശ്രദ്ധ കൊണ്ട് നെഗറ്റീവ് അടിക്കരുത്. ചോദ്യം വായിച്ചൊന്ന് വെയിറ്റ് ചെയ്യുക, 2 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നോക്കാം. ഒന്ന്, സുരംഗ കിണറുകൾ കാണപ്പെടുന്ന കേരളത്തിലെ ഏക ജില്ല കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്, വയനാട്. സ്പീഡ് കൂടുന്നു എന്ന് തോന്നുന്നവർക്ക് എന്ത് ചെയ്യാം, ഇത് സൗണ്ട് കുറച്ച് വെച്ച് ഡിസ്പ്ലേയിൽ മാത്രം നോക്കിയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. 2, ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെന്റ് ബൾബ് രഹിത പഞ്ചായത്ത് മടിക്കൈ, പള്ളിക്കൽ, പോത്തുകൽ, പീലിക്കോട്. 3, കരിവള്ളൂർ സമരം നടന്ന വർഷം 1941, 1940, 1946, 1942. 4, കേന്ദ്ര കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂർ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? ഇടുക്കി, കണ്ണൂർ, കാസർഗോഡ്, കോഴിക്കോട്. 5, മുത്തങ്ങ സമരം നടന്ന വർഷം 2000, 2001, 2002, 2003. 6, ഇന്ത്യയിലെ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം പെരിങ്ങളം, ചെറുകുളത്തൂർ, പീലിക്കോട്, മടിക്കൈ. 7, ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല മലപ്പുറം, തൃശൂർ, പാലക്കാട്, ഇടുക്കി. 8, കിള്ളിക്കുറിശ്ശിമംഗലം ആരുടെ ജന്മസ്ഥലമാണ്? വള്ളത്തോൾ, തുഞ്ചത്തെഴുത്തച്ഛൻ, കുഞ്ചൻ നമ്പ്യാർ, ചെറുശ്ശേരി. 9, കിലയുടെ ആസ്ഥാനം മഹോദയപുരം, രാമവർമ്മപുരം, കൊടുങ്ങല്ലൂർ, മുളങ്കുന്നത്തുകാവ്. 10, കേരളത്തിലെ ഏറ്റവും വലിയ കോർപ്പറേഷൻ കൊച്ചി, തൃശൂർ, തിരുവനന്തപുരം, കണ്ണൂർ. 11, ജനസംഖ്യയിൽ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ കേരളത്തിന് എത്രാം സ്ഥാനമാണുള്ളത്? 12, 13, 14, 11. 12, കേരളത്തിലെ ആദ്യത്തെ റിസർവ് വനം റാന്നി, കോന്നി, ആറളം, വിയപുരം. 13, സൈലന്റ് വാലി ബഫർ സോണായി പ്രഖ്യാപിച്ച വർഷം 2007, 2006, 2005, 2008. 14, ബേക്കേഴ്സ് എസ്റ്റേറ്റ് എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം കുമരകം, തട്ടേക്കാട്, കടലുണ്ടി, മംഗളവനം. 15, റംസാർ സൈറ്റിൽ പെടാത്തത് ശാസ്താംകോട്ട, അഷ്ടമുടി, പൂക്കോട്, വേമ്പനാട്. 16, അരുവിക്കുഴി വെള്ളച്ചാട്ടം ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കൊല്ലം, വയനാട്, കോട്ടയം, ഇടുക്കി. 17, ഇന്ത്യയിലെ ഏറ്റവും വലിയ എർത്ത് ഡാം ഏത്? ഇടുക്കി ഡാം, ചെറുതോണി ഡാം, മുല്ലപ്പെരിയാർ ഡാം, ബാണാസുര സാഗർ ഡാം. 18, മാട്ടുപ്പെട്ടി ഫാമുമായി ബന്ധപ്പെട്ട രാജ്യം സ്വിറ്റ്സർലാൻഡ്, സ്കോട്ട്ലാൻഡ്, അയർലാൻഡ്, നെതർലാൻഡ്. 19, കാണാതായ കുട്ടികളെ കണ്ടെത്താനുള്ള കേരള ഗവൺമെന്റ് പദ്ധതി സ്നേഹപൂർവം, അമ്മത്തൊട്ടിൽ, വാത്സല്യ, താലോലം. 20, ആദ്യ കേരള മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി TV തോമസ്, ജോസഫ് മുണ്ടശ്ശേരി, KR ഗൗരിയമ്മ, C അച്യുതമേനോൻ. 21, ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് ഏത് നദീതടത്തിൽ നിന്നാണ്? യൂഫ്രട്ടീസ്, ടൈഗ്രീസ്, നൈൽ, ഹൊയാങ്ഹോ. 22, മഹാസ്നാനഘട്ടം ഏത് സംസ്കാരത്തിന് ശേഷിപ്പുകളാണ്? ഹാരപ്പൻ സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം, മെസപ്പൊട്ടോമിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം. 23, ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം. 24, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മത്സ്യബന്ധന കേന്ദ്രമായ ഗ്രാൻഡ് ബാങ്ക്സ് ഏത് സമുദ്രത്തിൽ സ്ഥിതി ചെയ്യുന്നു? പസഫിക് സമുദ്രം, അറ്റ്ലാന്റിക് സമുദ്രം, ഇന്ത്യൻ മഹാസമുദ്രം, ആർട്ടിക് സമുദ്രം. 25, സാഞ്ചിയിലെ സ്തൂപം ആരുടെ കാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്? അശോകൻ, ചന്ദ്രഗുപ്തൻ രണ്ടാമൻ, സമുദ്രഗുപ്തൻ, ചന്ദ്രഗുപ്തൻ ഒന്നാമൻ. 26, പൂർണ്ണ ആലുവ പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴ,
പെരിയാർ. ഇവിടെ ഒരു കോമയുണ്ട് കേട്ടോ. പൂർണ്ണ, ആലുവ പുഴ എന്നീ അറിയപ്പെടുന്നത് ഭാരതപ്പുഴ, പെരിയാർ, പമ്പ, ചാലിയാർ. 27 ഭാരതപ്പുഴയുടെ പോഷക നദികളിൽ പെടാത്തത് ഏത്? കൽപ്പാത്തിപ്പുഴ, കണ്ണാടിപ്പുഴ, മംഗലംപുഴ, തൂതപ്പുഴ. 28 പെരുന്തേനരുവി വെള്ളച്ചാട്ടം ഏത് നദിയിലാണ്? ചാലിയാർ, പെരിയാർ, ഭാരതപ്പുഴ, പമ്പ. 29 ഇത്തിക്കര പുഴ പതിക്കുന്നത് എവിടെ? കൊടുങ്ങല്ലൂർ കായൽ, അറബിക്കടൽ, വേമ്പനാട്ട് കായൽ, പറവൂർ തടാകം. 30 കേരളത്തിലെ ഏറ്റവും ചെറിയ പുഴ? ചന്ദ്രഗിരി പുഴ, കാര്യങ്കോട് പുഴ, മഞ്ചേശ്വരം പുഴ, ചാലക്കുടി പുഴ. 31 അഭിനവം എന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത്? എപ്പോഴും, ഭംഗിയുള്ള, ഏറ്റവും പുതിയത്, മനോഹരം. 32 വിമലം എന്ന അർത്ഥം വരുന്നത്? പരിശുദ്ധമായത്, ഐശ്വര്യം, മനോഹാരിത, വർദ്ധിച്ച ശോഭ. 33 തവ എന്നർത്ഥം വരുന്നത്? എൻ്റെ, തൻ്റെ, അവൻ്റെ, നിന്റെ. 34 ആഴി വീജി എന്നർത്ഥം വരുന്നത്? അമിതമായ ആഹ്ലാദം, സമുദ്രത്തിലെ തിരമാല, ശാന്തമായ സമുദ്രം, വർദ്ധിച്ച സന്തോഷം. 35 വാടി എന്നർത്ഥം വരുന്നത്? വീട്, ഐശ്വര്യം, ഉദ്യാനം, ഭംഗിയുള്ള. 36 താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാർവിക ലായകമേത്? മണ്ണെണ്ണ, വെളിച്ചെണ്ണ, ജലം, പെട്രോൾ. 37 പ്രകാശത്തെ പൂർണ്ണമായും കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ, അതാര്യ വസ്തുക്കൾ, അർദ്ധധാര്യ വസ്തുക്കൾ ഇവയൊന്നുമല്ല. 38 ജന്തുക്കൾ വഴി വിത്ത് വിതരണം നടത്തുന്ന സസ്യങ്ങൾക്ക് ഉദാഹരണം? അപ്പൂപ്പൻ താടി, ആൽമരം, മഹാഗണി, തെങ്ങ്. 39 തേയില ഏത് വിദേശ രാജ്യത്തിൽ നിന്ന് എത്തിയതാണ്? യൂറോപ്പ്, ബ്രസീൽ, അമേരിക്ക, ചൈന. 40 വിത്ത് മുളയ്ക്കുമ്പോൾ ആദ്യം പുറത്തു വരുന്ന ഭാഗം? ബീജപത്രം, ബീജശീർഷം, ബീജമൂലം, ഇല. 41 ചുവന്ന നദി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ നദി ഏതാണ്? യമുന, ബ്രഹ്മപുത്ര, കാവേരി, സിന്ധു. 42 ബർദോളി സത്യാഗ്രഹത്തിന്റെ നായകൻ ആരാണ്? സർദാർ വല്ലഭായ് പട്ടേൽ, ബാലഗംഗാധര തിലക്, സുഭാഷ് ചന്ദ്രബോസ്, ഗാന്ധിജി. 43 1961 സൈനിക നീക്കത്തിലൂടെ ഗോവ മോചിപ്പിച്ചപ്പോൾ പ്രതിരോധ വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ആരായിരുന്നു? ടി കൃഷ്ണമാചാരി, വി കെ കൃഷ്ണമേനോൻ, വി പി മേനോൻ, കെ എം മുൻഷി. 44 ഇന്ത്യയിൽ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം? ലക്നൌ, നോയിഡ, അലഹബാദ്, കാൺപൂർ. 45 ആരുടെ നേതൃത്വത്തിലാണ് ഹോം റൂൾ ലീഗിന്റെ ഒരു ശാഖ 1916 മലബാറിൽ ആരംഭിച്ചത്? കെ പി കേശവമേനോൻ, വിജയരാഘവാചാരി, സി കേശവൻ, ആനി ബസന്റ്. 46 ഇന്ത്യയിൽ ഫ്ലാഗ് കോഡ് നിലവിൽ വന്നത് എന്നാണ്? 2004 ജനുവരി 26, 2006 ജനുവരി 26, 2001 ജനുവരി 26, 2002 ജനുവരി 26. 47 സസ്യങ്ങളിലെ ശ്വസനവാതകം? CO2, H2O, O2, N2. 48 സങ്കരയിനം വെണ്ട ഏത്? അക്ഷയ, ഹരിത, സൽകീർത്തി, അന്നപൂർണ. 49 റൈസോബിയം ബാക്ടീരിയ കാണപ്പെടുന്ന സസ്യയിനം? പാവൽ, വഴുതന, നെല്ല്, മുതിര. 50 ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്തുന്നതിന് സഹായിക്കുന്ന ധാതു ലവണം? ഇരുമ്പ്, സോഡിയം, കാൽസ്യം, അയഡിൻ. 51 ഭൂമിയുടെ ഏറ്റവും പുറമേയുള്ള പാളി? ഭൂവൽക്കം, മാന്റിൽ, പുറക്കാമ്പ്, അകക്കാമ്പ്. 51 ആൾറെഡി പറഞ്ഞു. 52 മാഗ്മ കാണപ്പെടുന്ന ഭൂമിയുടെ ഭാഗം? ലിത്തോസ്ഫിയർ, അസ്തനോസ്ഫിയർ, അധോമാന്റിൽ, പുറക്കാമ്പ്. 53 ഉൽക്കാപതനത്തിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. 54 ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നത് ഏത് പാളിയിലൂടെയാണ്? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. 55 അയണോസ്ഫിയർ എന്നറിയപ്പെടുന്ന അന്തരീക്ഷ പാളി? ട്രോപ്പോസ്ഫിയർ, സ്ട്രാറ്റോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ. 56 ഡോൾഡ്രംസ് എന്നറിയപ്പെടുന്ന പ്രദേശം? ഭൂമധ്യരേഖ, ഉത്തരായന രേഖ, ദക്ഷിണായന രേഖ, ആർട്ടിക് ധ്രുവം. 57 ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഒരേ ഒരു അക്ഷാംശ രേഖ? ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, ഉത്തരായന രേഖ, ആർട്ടിക് വൃത്തം. 58 അന്താരാഷ്ട്ര ദിനാങ്ക രേഖ എന്നറിയപ്പെടുന്നത്? 180 ഡിഗ്രി അക്ഷാംശ രേഖ, 90 ഡിഗ്രി രേഖാംശ രേഖ, 180 ഡിഗ്രി രേഖാംശ രേഖ, 0 ഡിഗ്രി രേഖാംശ രേഖ. 59 ലോകത്തിലെ ഏറ്റവും കൂടുതൽ സമയമേഖലകളുള്ള രാജ്യം? റഷ്യ, ജപ്പാൻ, ചൈന, അമേരിക്ക. 60 ഭൂമധ്യരേഖ കടന്നുപോകുന്ന ഏക ഏഷ്യൻ രാജ്യം? മലേഷ്യ, ഇന്തോനേഷ്യ, മ്യാൻമാർ, വിയറ്റ്നാം. അപ്പോൾ ഇത്രയാണ് 60 ചോദ്യങ്ങൾ. ഉത്തരങ്ങൾ എഴുതുക. ഉത്തരങ്ങൾ എഴുതുമ്പോഴത്തേക്ക് നമുക്ക് വീണ്ടും ഇതിന്റെ ആൻസറും നാളെ പഠിക്കാനുള്ള ടോപ്പിക്കുമായിട്ട് കാണും വരേക്കും. താങ്ക് യു.